എന്നെ ഐശ്വര്യമായിട്ട് തിരിച്ചെടുത്തു മാനേജർ ജയചന്ദ്രൻ. അതെങ്ങനെ സാധിച്ചു മഞ്ജു? ഒരു കാരണവും ഇല്ലാതെയാ എന്നെ ഇവിടുന്ന് ഒഴിവാക്കിയത്. അതുകൊണ്ട് എന്നെ തിരിച്ചെടുത്തില്ലെങ്കിൽ മാനേജർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് ഈ നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഇവിടെ മാർക്കോ എന്ന് പറയുന്ന ഒരാൾ വന്നില്ലേ? അയ്യോ, വന്നിരുന്നു. അയാളൊരു ഗുണ്ടയല്ലേ? ആര് പറഞ്ഞു ഗുണ്ടയാണെന്ന്? ഈ ഗുണ്ടകൾ സത്യത്തിലെ എന്റെ അമ്മാവന്റെ മോനാ മേഘനും അകത്തിരിക്കുന്ന ജയചന്ദ്രനും ഒക്കെയാ. അവരൊക്കെയാ ക്രിമിനലുകള്. ഈ പറയുന്ന മാർക്കൊക്കെ നല്ല ആളുകളാ. അപ്പഴേ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് എന്റെ ഹസ്ബൻഡ്. ഇത് അശ്വതി. മഞ്ജു പറഞ്ഞ പോലെ സത്യത്തിൽ ഞാനൊരു ക്രിമിനലായിരുന്നു. ഇപ്പോഴാ ഒന്ന് നന്നായത്. അപ്പോഴിട്ട് ആരും ജീവിക്കാനും സമ്മതിക്കുന്നില്ല. ഇനിയിപ്പൊ സാഗരേട്ടന് വേണമെങ്കിൽ ഇവിടെ ഒരു ജോലി കൊടുക്കുവാ മാനേജർ. പക്ഷെ അത് വേണ്ട. അങ്ങനെ ആരെയും ഒരുപാട് ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ താല്പര്യമില്ല. എന്നാ പിന്നെ ജോലി നടക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജുവിനെ വിളിച്ചാൽ മതി. ശരി ശരി, ആയിക്കോട്ടെ. ആളെ കണ്ടിട്ട് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. പറഞ്ഞത് കേട്ടില്ലേ? കുഴപ്പക്കാരനായിരുന്നു. ഇപ്പൊ നല്ല ആളാ. ആ മേഘനൊപ്പം ജീവിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാ. 10-20 കൊല്ലത്തിന് മുകളിൽ സ്നേഹിച്ചതാ. എന്റെ കണ്ണേട്ടനും അന്ന് വന്ന് ലക്ഷ്മിയടുത്തേക്ക് പറഞ്ഞതാ അവനെ വിവാഹം കഴിക്കരുതെന്ന്. അതൊന്നും കേട്ടില്ല. ആ ലക്ഷ്മിയടുത്തോട് പോലും അവൻ മോശമായിട്ട് പെരുമാറിയതാ. ഏട്ടത്തിയുടെ കയ്യിന്നും അവന് കാരണത്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഏട്ടത്തി എന്നോട് പറഞ്ഞതാ. അപ്പൊ ഞാൻ കരുതി എന്നെയും മേഘേട്ടനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഏട്ടത്തി ഉണ്ടാക്കിയ കഥകളാണെന്ന്. അതൊക്കെ അബദ്ധം പറ്റിയത്. ആ മാനേജർക്ക് ഇത്തിരി ചാട്ടം കൂടുതലായിരുന്നു. ഇനിയിപ്പൊ നീ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു പൊടിക്ക് ഒതുങ്ങുമല്ലോ. അയാള് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ചാടണമെങ്കിൽ ചാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പെൺകുട്ടികളോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം. അല്ലെങ്കിലേ ഇടി കിട്ടും. ഉണ്ണിക്കുട്ട, എന്തെങ്കിലും വിശേഷം പറയാനാണോ വന്നത്? അത് പിന്നെ അവിടെ നിന്ന് ഓലയൊക്കെ മറിച്ചിട്ട് വലിയ പൂജയും ശരണമൂലിയൊക്കെ നടക്കുക. വൃശ്ചിക മാസമല്ലേ, അവിടെ ഒരാള് മലയ്ക്ക് പോവാ. ആര്? ദുർഗയാ? അവക്ക് മലയ്ക്കൊക്കെ പോകാൻ പറ്റുമോ? അമ്മയല്ല, എന്റെ ഏട്ടനാ പോകുന്നത്. കാല് വയ്യാത്തവൻ മല ചവിട്ടാൻ പോകുന്നു. കാല് വയ്യെങ്കിലും പമ്പയെന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അമ്മേ. എന്നാലും എന്റെ പ്രതാപ, ഈ വയ്യാത്തവന്റെ ഓരോരോ ആഗ്രഹങ്ങളെ. അമ്മേ, അവന്റെ ആഗ്രഹമല്ല, അവളുടെ ആഗ്രഹം ഇവിടെ നടക്കാൻ പോതാൻ. അവള് അയ്യപ്പസ്വാമിയുടെ പരമഭക്തയല്ലേ. അയ്യപ്പസ്വാമിയെ ഉപാസനാമൂർത്തിയായി കണ്ട് ജീവിക്കുന്നവള്. അവളായിരിക്കും പറഞ്ഞത് വൃശ്ചിക മാസത്തിൽ മാലിടാൻ. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കണ്ണേട്ടന്റെ പിറന്നാൾ ദിവസം. അത് അങ്ങേർക്കത്ര നല്ലതല്ല. അതെന്താ മോനെ അത്ര നല്ലതല്ലാത്ത? മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു തൃക്കാർത്തിക ദിവസം അമ്പലത്തിലെ കണ്ണേട്ടനെയും കൊണ്ടുപോയ അച്ഛന് ആക്സിഡന്റ് ഉണ്ടായത്. അങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചത്. കണ്ണേട്ടന്റെ കാലിന് സ്വാധീനമില്ലാതായത്.